നമുക്കിന്ന് ക്ലേ വെച്ചിട്ട് കുറച്ച് പണി നോക്കിയാലോ. ഒരു പരീക്ഷണമാണ്, എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹിബിസ്കസിൻ്റെ ട്രിങ്കർ ഡിഷാണ്. ഹിബിസ്കസ് ആവുമെന്നുള്ളത് ലാസ്റ്റ് കാണാം. ചിലപ്പോൾ ഹിബിസ്കസ് ഒന്നും ആയില്ല എന്നൊക്കെ വരും, അത് വേറെ കാര്യം. ഞാൻ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ആ ഫോട്ടോക്ക് അനുസരിച്ചിട്ടുള്ളതൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് അത്ര എളുപ്പമുള്ള പരിപാടിയില്ലാന്ന് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. ഇതിനാദ്യം എന്ത് ചെയ്യുക, ക്ലേ എടുക്കുക, എന്നിട്ട് ചപ്പാത്തിക്ക് മാവ് കൊയ്ക്കുന്ന മാതിരി അങ്ങോട്ട് കൊയ്ക്കുക. പിന്നെ നമ്മൾ സാധാ ചപ്പാത്തി പരത്തുന്ന മാതിരി പരത്തി കൊടുക്കുക. കുറച്ച് കട്ടിയിൽ പരത്താൻ ശ്രദ്ധിക്കുക. കട്ടിയിൽ പരത്തിയാൽ കുറച്ചുകൂടി വൃത്തിയിലൊക്കെ കിട്ടും. അങ്ങനെയൊക്കെയാണ് പറയൽ. അപ്പം ഞാനും കുറച്ച് കട്ടിയൊക്കെ പരത്തി കൊടുത്തതാണ്. അത് പരത്തുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട്, ഇതിനൊരു സുഖമില്ല. എങ്ങനെയെങ്കിലൊക്കെ പരത്തി സെറ്റാക്കി എടുത്തുക്കണം. എന്നിട്ട് പിന്നെ ഫ്ലവർ പോലെ വരച്ചെടുക്കാൻ വേണ്ടിയത്. അത് ഞാൻ ഡയറക്റ്റ് കൊടുത്തങ്ങാണ്ടിട്ട് കൊള്ളാണ്ടല്ലോ വിചാരിച്ചിട്ട് ആദ്യം പെപ്പർ കൊണ്ടിട്ട് കട്ടൊക്കെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് വരച്ചെടുക്കണം. വെറുതെ ക്ലൈമിൽ ഡയറക്റ്റ് പോയി കണ്ടിട്ട് പരീക്ഷിച്ച് നന്നായിട്ട് അതാവണ്ടല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ട് പിന്നെ കുറച്ചും കൂടി നീളത്തിലൊന്നും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കണ്ടിട്ട് അങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമ്മളിങ്ങനെ ഒരു പെറ്റലെടുത്തിട്ട് എന്ത് ചെയ്യുക, മറ്റേ അപ്പുറത്തുള്ള പെറ്റലിൻ്റെ മേലെ കണ്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. വെള്ളം അങ്ങനെ തൊട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ പെറ്റൽസും ഓരോ പെറ്റൽസിൻ്റെ മേലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ഷേപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. എൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ അങ്ങനെ തന്നെ ഷേപ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കുക. നമ്മൾ പെറ്റലിൻ്റെ ആ സെൻറ്റർ ഭാഗം എന്ത് ചെയ്യുക, കുറച്ച് കുഴിച്ച് പോലെ ആക്കുക. അങ്ങനെ ഓരോ പെറ്റൽ സെറ്റാക്കി വരുമ്പോഴത്തേനും കുറേ ടൈം എടുക്കും. 2000 years later. ഇങ്ങനെ കുറേ നേരത്തിൻ്റെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ഏകദേശമൊക്കെ സെറ്റാക്കി എടുത്തണം. ഇത് വലിയ ചെമ്പരത്തിയായിട്ട് തോന്നുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്കറിയില്ല. പക്ഷേ എന്നാലും അങ്ങനെയെങ്കിലും ഞാൻ കുറേ കൊണ്ട് കഴിയണ പോലെ അങ്ങോട്ട് സെറ്റാക്കി എടുത്തുക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്താണ്, ചെമ്പരത്തിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് റോൾ ചെയ്തുകൊണ്ടിട്ട് അതൊന്ന് സെറ്റാക്കി കൊടുത്ത് പിന്നെ ഒരു കുഞ്ഞി ബോൾസ് പോലെയൊക്കെ കണ്ടിട്ട് ചെറിയ ബോൾസ് പോലെയൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ള സാധനങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തപ്പം ചെമ്പരത്തി ചെമ്പരത്തി ആയിക്കണമെന്നൊന്നും അറിയില്ല. ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. പിന്നെ എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ കുളിക്കാനായിട്ട് കഴിയൂലേ. അപ്പോൾ ഇതിനെ കൊണ്ടിട്ട് പെയിൻറ്റ് ചെയ്തത് അടുത്ത വീഡിയോയിലിട്ടുണ്ട്, ഒന്ന് ഉണങ്ങിയിട്ട് സെറ്റായിട്ട്. അപ്പോൾ ഇഷ്ടമായിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. എന്നിട്ട് കൂടെ കൂട്ടാ. ഓക്കെ, ബൈ ബൈ ഗൈസ്.